നമ്മള് ഇപ്പൊ ചേട്ടനൊക്കെ ഒരുപാട് വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ ഇങ്ങനെയുള്ള വായനകളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നത്? വായിക്കും തോറും ഒരുപാട് അറിവ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾക്കൊപ്പം ചെറിയ ചെറിയ കഥകളും ചെറിയ ചെറിയ എന്താ പറയാ സന്ദേശങ്ങളും ഒക്കെ അടങ്ങുന്ന പുസ്തകങ്ങൾ, ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ കിട്ടും. നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ പറഞ്ഞിട്ട് അത്തരം പുസ്തകങ്ങൾ വായിക്കണം. അപ്പൊ ചേട്ടൻ ഈ ഇതുപോലുള്ള ഒരുപാട് അറിവുകളിലൂടെയൊക്കെ കടന്നു പോകാൻ ശ്രമിച്ചത് കൊണ്ട് ചേട്ടനുണ്ടായ ഒരു കാര്യമാണ് സിനിമാ ലോകത്തേക്ക് ചേട്ടൻ നടന്നു വന്നത്. കാരണം സമൂഹത്തിന്റെ, എന്നോടിപ്പോ ആരെങ്കിലും ചോദിക്കുകയാണ്, ചോട്ടാ ഭീമിൽ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും കേട്ട് കഴിഞ്ഞാൽ. കുട്ടികളായ നിങ്ങൾ ഓരോരുത്തർക്കും തോന്നുന്ന ഒരു കാര്യം, ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നേ എന്ന്. അതായത് എനിക്ക് ലോകം അറിയുന്ന വലിയൊരു മനുഷ്യനാകണം എന്നാണ് ആഗ്രഹം. തികച്ചും വ്യത്യസ്തമായ ഒരു ആഗ്രഹമാണ്. ഇവിടെ എല്ലാവരും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, IAS IPS കാരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഈ വിപിൻ ചേട്ടൻ ലോകമറിയുന്ന വലിയൊരാളാകണം എന്ന് ആഗ്രഹിക്കുന്നത്? അതായത് ഈ വൈകല്യത്തിന്റെ പേരിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച് ജീവിതത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ് വിപിൻ ചേട്ടൻ ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ ലോകമറിയുന്ന ഒരാളായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കും. ഞാൻ കടന്നു വന്ന വഴികള് ഇനി ഒരാൾ കടന്നു വരുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ കൂടാതെ കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം. അതാണ് വിപിൻ ചേട്ടനെ കൊണ്ട് ഇങ്ങനെ ലോകമറിയുന്ന ഒരാളാകണമെന്ന് ചിന്തിപ്പിച്ചത്. നിങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇനി ഒരുപാട് പൊക്കം കുറഞ്ഞവർ ഇനിയും ഈ ഭൂമിയിൽ ജനിക്കും. ഇപ്പൊ ചേട്ടായിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. 4.5 അടിയോളം ഉയരമുള്ള ഒരു കൊച്ചു ചേട്ടനാണ്. പക്ഷെ ചേട്ടൻ ഈ 4.5 അടി ഉയരത്തിൽ ജനിച്ചപ്പോ ഇനി ഇവിടെ ജനിക്കുന്ന പൊക്കം കുറഞ്ഞവര് അല്ലെങ്കിൽ വൈകല്യം അനുഭവിക്കുന്നവര് ഈ ലോകത്ത് ഒരിക്കലും വേദനിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ കൂടെ ആ സ്കൂളിൽ ഉണ്ടാകാം. അവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചേർത്ത് പിടിക്കണം. എന്താണെന്നറിയാവോ, ചേട്ടൻ കടന്നു വന്ന വഴികളിൽ ചേട്ടനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ചേട്ടൻ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്. ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി ആളുകൾ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ചേട്ടൻ ഇന്ന് ഈ കസേരയിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോ നമ്മുടെ പഠന കാലഘട്ടം കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ സിനിമയിൽ അഭിനയിക്കുന്നവരാരുമില്ല, ഞങ്ങളുടെ നാട്ടിൽ സിനിമയിൽ അഭിനയിക്കുന്നവരാരുമില്ല, പരിചയത്തിൽ ആരുമില്ല. സിനിമ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എവിടെയോ ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ആരൊക്കെയോ ആണവർ എന്ന് വിചാരിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ചിലർ നേരിട്ട് കണ്ടിട്ടുണ്ട്, ചിലർ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മോഹൻലാലിനെ പോലുള്ള വലിയ നടന്മാരെയൊക്കെ TV-യിലൊക്കെ കാണുമ്പോൾ ഞാൻ വളരെയേറെ ആഗ്രഹിക്കുമായിരുന്നു അവർ വേറെ എവിടെയോ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ ടെക്നോളജി ഒന്നും ഞങ്ങൾ പഠിക്കുമ്പോൾ അന്നില്ല. അപ്പോൾ എവിടെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, അവരെയൊക്കെ കാണാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ നിൽക്കുന്ന സമയത്താണ് 2005 അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ ചിത്രീകരണം തുടങ്ങുന്നു എന്നും പറഞ്ഞ് പത്രത്തിൽ ചേട്ടൻ ഒരു പരസ്യം കാണുന്നു. ഈ പരസ്യം വെറുമൊരു പരസ്യമായിരുന്നില്ല, വിപിൻ ചേട്ടന്റെ ജീവിതം മാറ്റിമറിച്ചൊരു പരസ്യമായിരുന്നു. ആ പരസ്യം കണ്ടിട്ട് ഞാൻ വിനയൻ സാർ, സംവിധായകനായ വിനയൻ സാറിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് സാറുമായിട്ട് സംസാരിച്ചു, ഫോട്ടോയൊക്കെ കൊടുത്തു. പ്രതീക്ഷകളൊന്നും ഇല്ലാതെ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. കാരണം വിളിക്കാമെന്ന് പറയുമെങ്കിലും വിളിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷെ കുറെ കഴിഞ്ഞ് ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഒരു കത്ത് വരുവാണ് വിപിൻ ചേട്ടന്. അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് മലമ്പുഴ ഹോട്ടലിലെത്തണം. ചാമ്പ്യൻ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ചെല്ലണമെന്ന് പറയുമ്പോൾ ചേട്ടൻ അങ്ങനെ
ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ചേട്ടന്റെ ഏറ്റവും ആദ്യത്തെ അനുഭവവും ഏറ്റവും വലിയൊരു സ്വപ്നം നടക്കാൻ പോകുന്നതിന്റെ ഒരു പ്രതീക്ഷയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പാലക്കാടേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് പാലക്കാട് മലമ്പുഴ ചാമ്പ്യൻ ഹോട്ടലിന്റെ 7ാമത്തെ നിലയിൽ ഒരു മുറി കിട്ടി. ജീവിതത്തില് പുറം ലോകവുമായി ഒരു ബന്ധം ഉണ്ടാക്കി ചേട്ടൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടനൊരു പൊക്കം കുറഞ്ഞ ഒരാളാണെന്ന്, പക്ഷേ ചേട്ടന് താമസിക്കാൻ കിട്ടിയ ഹോട്ടലിന്റെ നില എന്ന് പറയുന്നത് 7ാമത്തെ നിലയാണ്. വൈകല്യമുള്ള ഞങ്ങള് ഈ 7 നില, ഇന്ന് അവിടെ ലിഫ്റ്റ് ഇല്ല, 7 നില നടന്ന് തന്നെ കയറണം. പക്ഷെ ഓരോ പടവുകൾ കയറുമ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ജീവിതം മാറാനുള്ള അനുഭവങ്ങൾ തരണേന്നാണ്. കാരണം ഈ 7 നിലയും നടന്നു കയറി റൂം കിട്ടി. പിറ്റേ ദിവസം രാവിലെ നോക്കി താഴേക്ക് ഇങ്ങനെ ചേട്ടൻ നോക്കി നിൽക്കുമ്പോ കാണുന്നൊരു കാഴ്ച ഭയങ്കര രസമുള്ളൊരു കാഴ്ച. കാരണം ചേട്ടനെ പോലെ പൊക്കം കുറഞ്ഞ 250ഓളം പേരാണ് റോഡിലൂടെ നടന്നു വരുന്നത്. അതായത് രാവിലെ ഷൂട്ടിങ്ങിന്റെ സെറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാകാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തരായി പല ഹോട്ടലുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ്.